അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വന്നത് ഫിക്സും പിന്നെ വായിന്നും മൂക്കിന്നും ബ്ലഡ് വരാം. ഇപ്പോഴും ഉണ്ട് എനിക്ക് ഫിക്സും ഇതുപോലത്തെ. പക്ഷെ അതെനിക്ക് പിന്നെ ഒരു ഭയങ്കര ട്രോമയായിപ്പോയി. കാരണം എന്നിട്ടൊന്നും മാറുന്നില്ല. അപ്പം അസുഖം കണ്ടുപിടിക്കാൻ പറ്റും. ഈ വായിന്നും മൂക്കിന്നും ചോര എന്താ വരുന്നതെന്നുള്ള ഒരു ഡോക്ടർമാർ ഇന്ന് വരെ കണ്ടുപിടിച്ചില്ല. എല്ലാ ടെസ്റ്റിലും നോർമലാണ് എനിക്ക് ഇപ്പോഴും. ഇപ്പം വീട്ടിൽ പിന്നെ സാഹചര്യം ഭയങ്കര മോശമാണ്. അപ്പം അമ്മ ഇങ്ങനെ എപ്പോഴും പറയും എന്നെ കൊണ്ട് നോക്കാൻ പറ്റാനുള്ള. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമുള്ള ശരിയായിരിക്കും. പക്ഷെ ഇങ്ങനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വീട്ടിൽ വന്നിട്ട് പറയും വേണ്ടാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കണ്ടെന്നുള്ളൊരു ഇതായി. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു ചെയ്യാൻ കുട്ടിയെ എന്തേലും അല്ലല്ല ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളത്തേന് ഫിക്സ് ഒന്നും വന്നിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ കൂടെ ഞാൻ അമ്മ ജോലിക്ക് പോണ വീട്ടിൽ ഞാൻ പോയി. അവിടെ അവിടുത്തെ കുട്ടി ഞാനിവിടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ 2 ഇരുമ്പ് ഗേറ്റ് ഇങ്ങനെ തെങ്ങിൽ കെട്ടി വെച്ചേക്കുക, ഈ ചാക്കിൻ്റെ കയറുകൊണ്ട്. അതിൽ കെട്ടി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് അറിയാണ്ട് പിടിച്ച് വലിച്ചു. അതെൻ്റെ മേത്തോട്ട് ഒന്ന് വീണു. ഒരെണ്ണം വന്ന് എൻ്റെ തലയിൽ വീണു. അപ്പോൾ എൻ്റെ മുഖം പോയിട്ട് നമ്മുടെ ഈ കട്ടയിലേക്ക് പോയി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മുഖം ഫുള്ള് പോയി. എന്നിട്ട് ഞാൻ എണ്ണിക്കാൻ നോക്കിയപ്പോഴത്തേനും ബാക്കി ഒരു ഗേറ്റും കൂടെ ഉണ്ട്, അതും കൂടെ വന്ന് പുറന്തലയിൽ വീണു. അതോടെ ശുഭമായി. അത് കഴിഞ്ഞ് പിന്നാണ് എനിക്ക് വായിന്ന് മൂക്കിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞു അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നീട് എനിക്കൊരു അസുഖമായിട്ട് മാറി.